നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. IPL ഇന്നലത്തെ കളി സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രണ്ട് എക്സ്ട്രീം എൻഡിൽ നിൽക്കുന്ന ടീമുകളായിട്ടാണ് ഇന്നലെ തോന്നിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യത്തെ കളിയിൽ നിന്ന് RCBക്കെതിരെ കളിച്ച കളിയിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കൊൽക്കത്ത മുംബൈ ഇന്ത്യൻസിനെതിരെ തകർന്നടിഞ്ഞ് ദയനീയമായ തോറ്റ അതേ അവസ്ഥയിൽ നിൽക്കുകയാണ്. അത്രയും ദയനീയമായിരുന്നു ഇന്നലത്തെ കളി. അവരുടെ കളിയുടെ ഒരു 60% ദയനീയമായിരുന്നു. അത് ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും. ഇപ്പോൾ ബൗളിംഗ് നേരത്തെ തന്നെ അവർ ദുർബലരാണ്. ഹർഷിത് റാണി, ആകാശ്ദീപ് സിംഗും പരിക്കേറ്റ് പുറത്തായതോടുകൂടി തന്നെ പേസ് ബൗളർമാർ ആ രണ്ടുപേരും പുറത്തായതോടുകൂടി തന്നെ അവരുടെ ബൗളിംഗ് രണ്ടാം നിര വെച്ച് ബൗൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയിരുന്നു. അതിൽ തന്നെ വൈഭവ് അറോറ ഇപ്പോൾ നന്നായി ബൗൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ പരമാവധി ശ്രമിക്കുന്നുണ്ട് വൈഭവ് അറോറ. ഇന്നലെയും നന്നായിട്ടാണ് ബോൾ ചെയ്തത്. അതേസമയം കാർത്തിക് ത്യാഗി അടി കൊണ്ട് തിരിയാണ്. കാർത്തിക് ത്യാഗി അത്രയും മോശമായിട്ടാണ് കാർത്തിക് ത്യാഗി ബൗൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സ്പിന്നർമാർ സുനിൽ നരൈനും വരുൺ ചക്രവർത്തി ഒരു നിവൃത്തിയില്ല. 10ൻ്റെ അടുത്ത് എക്കണോമി റേറ്റിൽ വിക്കറ്റൊന്നും വീഴ്ത്താതെ അവരെ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാകേണ്ടത് സ്ട്രൈക്ക് ചെയ്തിട്ടല്ലേ, വിക്കറ്റ് വീഴ്ത്തിയിട്ടാണല്ലോ. വിക്കറ്റ് വീഴ്ത്തുന്നില്ല രണ്ടുപേരും. പിന്നെ ഇപ്പം എന്താ അവരെ കൊണ്ട് ഗുണം? അവരുടെ പഴയ തിളക്കമൊന്നുമില്ല. അവരുടെ മിന്നുന്ന പേരുകൾ ഇപ്പോഴും ഉണ്ടെന്നല്ലാതെ വരുൺ ചക്രവർത്തി, സുനിൽ നാരായൺ എന്നല്ലാതെ അവരൊക്കെ എത്രയോ തീരെ മോശമായിട്ടാണ് പ്രകടനം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ബാറ്റിങ്ങിലെടുത്താലോ, ആദ്യത്തെ ഓവറിൽ 227 റൺ ചേസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓവർ 25 റണ്ണാണ് അടിച്ചത്. ഫിന്നാലനെ അറിയാലോ, ന്യൂസിലാൻഡിൻ്റെ 2020 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് ആ അടി. ആ ഫിന്നലൻ നന്നായി അടിച്ചുകൊണ്ട് 25 റൺ ആദ്യത്തെ ഓവറിലെടുത്തു. അധികം വൈകാതെ 28 റണ്ണിന് 7 പന്തിൽ 400 സ്ട്രൈക്ക് റേറ്റിൽ 28 റൺ അടിച്ച് അലൻ ഔട്ടായി. പിന്നെ ആകെ കളിച്ചത് ആംഗ്രിഷ് സൂര്യവംശിയാണ്. 52 റൺ അടിച്ചു. റിങ്കു സിംഗ് ഒരു 35 റൺ അടിച്ചു. ഇതാണ് ആകെ ഉള്ളത്. 227 ചേസിങ് പടി. 16 ഓവറിൽ 161 ഓൾ ഔട്ടായി. 65 റണ്ണിന് സൺറൈസേഴ്സ് ജയിച്ചു. 4 ഓവർ ബാക്കി 65 റണ്ണിൻ്റെ വലിയ മാർജിനും. ആ നെറ്റ് റൺ റേറ്റിൽ ആ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കും. ഇങ്ങനെ കളിച്ചിട്ട് കൊൽക്കത്ത മുന്നോട്ട് പോകില്ല. ഈ IPL ഒരുപാട് ദൂരം പോകില്ല, അത് ഉറപ്പാണ്. ഒന്നാമത് അവരുടെ അത്യാവശ്യമായിട്ട് ഉടൻ തന്നെ അവരുടെ ബൗളിങ് ശരിയാക്കാതെ അവർക്ക് ഒരു കളി രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ബാറ്റിങ്ങിൽ നല്ല പോലെ അവസാനം വരെ നിന്ന് 1-2 മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ കഴിയുന്ന 1-2 ബാറ്റർമാർ അവർക്ക് വേണം. അല്ലാതെ ആദ്യത്തെ ഓവറിൽ 25 അടിച്ച് രണ്ടാമത്തെ ഓവറിൽ ഔട്ടാകുന്നവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആ നിലയിൽ കൊൽക്കത്ത ഏറെ ദൂരമൊന്നും പോകില്ല. ഈ നിലയിലാണ് കളിക്കുന്നതെങ്കിൽ. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദ് നല്ല മെച്ചപ്പെട്ടു. അവർ ആദ്യത്തെ കളിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഹെൻറിച്ച് ക്ലാസനും നല്ല കളി കളിച്ചു. അവർ 226 നല്ല സ്കോറായിരുന്നു ഇന്നലെ. അതുപോലെ അവർ ബൗളിങ് ജയദേവ് ഉനദ്കട്ടൊക്കെ സ്ലോ കട്ടർ ബോളുകൾ എറിഞ്ഞ്, സ്ലോവർ ബോളുകൾ എറിഞ്ഞ്. നിതീഷ് കുമാർ റെഡ്ഡി ഒരു പാർട്ട് ടൈം ബോളറാണ് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയാം. എന്നിട്ട് 2 വിക്കറ്റ് അയാൾ വീഴ്ത്തി. ഇഷാൻ മലിംഗ വേരിയേഷൻ ഉണ്ട് അവരുടെ ബൗളിങ്ങിൽ, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹർഷ് ദുബെയാണ് ഫിനാലനെ കോട്ടൺ ബൗൾ ചെയ്തിട്ട് ഔട്ടാക്കിയത്. അപ്പോൾ ഹർഷ് ദുബെ ആദ്യത്തെ ഓവറുകളാണെന്ന് ആലോചിക്കണം. അത് ഹർഷ് ദുബെ ലെഫ്റ്റ് ആം സ്പിന്നർ എന്നുള്ള നിലയ്ക്ക് ഹർഷ് ദുബെ നന്നായിട്ട് ബോൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഹ്യൂജ് വിക്കറ്റ്, ഏറ്റവും മാസീവ് വിക്കറ്റാണ് ഫിന്നലൻ്റെ. അത് അയാളാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ബാറ്റിങ്ങും ബോളിങ്ങും അവർക്ക് നന്നായി ക്ലിക്കായിട്ടുണ്ട് സൺറൈസേഴ്സിന്. ആ രണ്ടാമത്തെ കളിയിൽ തന്നെ അവർ ആദ്യത്തെ ജയം സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷെ അപ്പുറത്ത് കൊൽക്കത്ത വീഴ്ചകളിൽ നിന്ന് വീഴ്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊൽക്കത്ത ഈ കളി വെച്ച് മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്.